യഥാർത്ഥ ഡിസൈനിൽ വരുത്തിയ ഗുരുതരമായ മാറ്റങ്ങൾ കൊണ്ടാണെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറയുന്നത്. നിർമ്മാണത്തിലാണോ മേൽനോട്ടത്തിലാണോ വീഴ്ചയുണ്ടായത് എന്നത് പരിശോധിക്കണമെന്നുകൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഉയരത്തിൽ മണ്ണ് നിറച്ചുകൊണ്ടുള്ള നിർമ്മാണം പൂർണ്ണമായി ഒഴിവാക്കി കോൺക്രീറ്റ് എലവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നുമാണ് പ്രേമചന്ദ്രൻ മീഡിയ വണിനോട് പറഞ്ഞത്. ഇതിന്റെ നിർമ്മാണത്തിന്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ഒറിജിനൽ ഡിസൈനിൽ ഗുരുതരമായിട്ടുള്ള അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ളതാണ്. ഇപ്പൊ ചെയ്തു വന്നപ്പോൾ റോഡുകൾക്കൊന്നും സർവീസ് റോഡിന് 7 മീറ്റർ വീതിയുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ സകല സ്ഥലങ്ങളിലും പരിശോധിച്ചാൽ 7 മീറ്റർ വീതി അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത്. ഇതിന്റെ ഒറിജിനൽ പദ്ധതി എൻവിസേജ് ചെയ്തപ്പോൾ ഉണ്ടായ വീഴ്ചയാണോ എന്നതാണ് പരിശോധിക്കേണ്ടത്. 40 മീറ്റർ വീതിയിൽ 45 മീറ്റർ വീതിയിൽ 6 വരി പാത നിർമ്മിക്കാൻ കഴിയില്ല എന്ന് വിദഗ്ധരായ എല്ലാവരും ഇപ്പൊ നമ്മളോട് പറയുകയാണ്. കാരണം ഇത്രയും എർത്ത് ആൻഡ് ഫില്ലിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായും സർവീസ് റോഡ് കുറയും. അത് അല്ലെങ്കിൽ മുഴുവൻ ഈ പറയുന്നത് പോലെ കോൺക്രീറ്റ് പില്ലറുകളിൽ തീർത്ത കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. അല്ലാത്തിടത്തോളം കാലം ഈ പറയുന്ന റിട്ടേണിംഗ് വാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡിന്റെ വീതി ഗണ്യമായ നിലയിൽ എടുക്കുമ്പോൾ 7 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ആ റിട്ടേണിംഗ് വാൾസ് റിട്ടേൺ ഇത്രയും ലോഡ് മണ്ണ് ഫില്ല് ചെയ്ത് എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ഈ ഉയരപ്പാതയ്ക്ക് നിലനിൽക്കാൻ കഴിയുക?